കോഴിക്കോട് സരോവരത്ത് യുവാവിനെ കുഴിച്ചുമൂടിയ കേസിൽ ഇന്നത്തെ തെരച്ചിലിലും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതികളായ നിഖിലിനെയും ദീപേഷിനെയും സ്ഥലത്തെത്തിച്ചാണ് തെരച്ചിൽ നടത്തിയത്. ഇരുവരെയും 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. 2019 ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വെസ്റ്റ്ഹിൽ സ്വദേശി വിജിലിനെ ചതുപ്പിൽ കുഴിച്ചുമൂടിയ കേസിലാണ് നിർണായക തെരച്ചിൽ. വിജിലിന്റെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താനുള്ള ഇന്നത്തെ തിരച്ചിലും വിഫലമാണ്. മണിക്കൂറുകളോളം പ്രതികളുമായി പോലീസ് സ്ഥലത്ത് ചതുപ്പിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാളെ രാവിലെ കൂടുതൽ സജ്ജീകരണങ്ങളുമായി തിരച്ചിൽ പുനരാരംഭിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ്. വെള്ളം വറ്റിച്ചു, അങ്ങോട്ടേക്ക് JCB മറ്റേ ഹിറ്റാച്ചിയൊക്കെ എത്താനുള്ള റോഡ് കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ അവിടെ കുറേ മാലിന്യങ്ങളുണ്ട്, അതെല്ലാം മാറ്റിയിട്ടുണ്ട്. നാളെ ഒരു ഫുൾ ഫ്ലഡ്ജ് സെർച്ച് ഉണ്ടാവും. എത്ര സ്ഥലം നോക്കാനുണ്ട്? ഇവർ പറഞ്ഞ ആ സ്ഥലത്തിന് കുറച്ചുകൂടെ വിപുലപ്പെടുത്തിയിട്ടാണ് ഞങ്ങളത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയ ഫുള്ള് നാളെ നമ്മൾ സെർച്ച് ചെയ്യും. നാളെ എല്ലാവരും ഉണ്ടാവും. സംവിധാനം നാളെ സയൻറ്റിഫിക് എക്സ്പെർട്ട് ഉണ്ടാവും, തഹസീൽദാർ ഉണ്ടാവും, ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, പോലീസുണ്ട്, പിന്നെ കഡാവറിക് ഡോഗ് ഉണ്ട്, എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെ മണ്ണിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിക്കണം. മഴ പെയ്യാതിരുന്നാൽ നാളെ നമുക്ക് നല്ലൊരു രീതിയിൽ ഇത് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരച്ചിലിന് വേണ്ടി ചതുപ്പിലിറങ്ങിയ സംഘം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ വെള്ളം വറ്റിച്ചതിന് ശേഷം JCB കൊണ്ടുവന്ന് അത് കോരി നോക്കിയ സമയത്ത് JCB അവിടെ താന്നു പോവുക. കാരണം ചതുപ്പ് നിലത്തിലാണല്ലോ ഈ JCB ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നാളെ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്ത് നാളെ രാവിലെ 8 മണി മുതൽക്ക് നാളെ ഒരു 12 മണിയാകുമ്പോഴത്തേന് പൂർണ്ണമായിട്ട് ഉണ്ടെങ്കിൽ സാധനം എടുത്തിട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ അതിൻ്റെ കിടക്കുന്ന കമ്പുകളുണ്ട് വലിയ അതെടുത്തൊന്നും മേലോട്ട് കയറ്റേ വേണ്ട. ഇന്ന് എത്ര ആഴത്തിലിറങ്ങി? ഇന്നിപ്പോൾ നല്ല ആഴത്തിലിറങ്ങിയിട്ടുണ്ട്, ഏതാണ്ട് ആഴത്തിലിറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇന്ന് JCBൻ്റെ കൈ ഉണ്ടല്ലോ വലിയ, അത് അതിൻ്റെ കൈ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. നാളെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. 2 പ്രതികളെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. 1-ാം പ്രതി നിഖിൽ, 3-ാം പ്രതി ദീപേഷ് എന്നിവരാണ്. 2-ാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2019 മരിച്ച വിജിലും പ്രതികളായ സുഹൃത്തുക്കളും ചേർന്ന് സരോവരത്ത് വെച്ച് ലഹരി ഉപയോഗിച്ചു. പിന്നീട് വിജിൽ മരിച്ചു. വിജിലിനെ ചതുപ്പിൽ കുഴിച്ചുമൂടുകയാണ് ഉണ്ടായത്. ദിവസങ്ങൾക്ക് ശേഷം വന്നു നോക്കിയ സമയത്ത് വിജിലിൻ്റെ തലഭാഗം പുറത്തു കാണുകയും പിന്നീട് കരിങ്കല്ലുമൊക്കെ ഇട്ട് മൃതദേഹം മൂടുകയായിരുന്നു. 8 മാസത്തിന് ശേഷം വന്ന് അസ്ഥിഭാഗങ്ങളിൽ ചിലത് ശേഖരിക്കുകയും ശേഷക്രിയ നടത്തുകയുമായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് വെച്ച്. ഏതായാലും കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ്. 2ാം ഘട്ട തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യ ദിനം തന്നെ വിഫലമായി പോയി എന്നുള്ളതാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.